കൂട്ടുകാരെ, പിങ്കിക്കെതിരെ ആളിക്കത്തി നന്ദ. അതേ പ്രേക്ഷകരെ, നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ നന്ദ നമ്മുടെ ഗീതുവിന്റെ ഹസ്ബൻഡ് രതീഷിനെ എങ്ങനെയെങ്കിലുമൊക്കെ എവിടെ നിന്നൊക്കെയോ കണ്ടെത്തി നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വല്യമ്മ പറയുന്നുണ്ട്, ഇനിയൊന്നും നടക്കില്ല, എല്ലാ സമയവും കഴിഞ്ഞു പോയി, ഡോക്ടറാണെങ്കിൽ ദേഷ്യപ്പെട്ടാ പോയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മുടെ പിങ്കി വന്ന് എല്ലാം റെഡിയാക്കി സെറ്റാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നന്ദയ്ക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ഗൗതമിനോട് ചോദിക്കുന്നുണ്ട്, ഗൗതം സാർ, എല്ലാം വല്യമ്മ പറഞ്ഞ സത്യമാണോ? പിങ്കി നമ്മുടെ കുഞ്ഞിനെ ഏറ്റെടുത്തോ എന്നെങ്കിലും നമ്മുടെ നന്ദ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗൗതം മറുപടി ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മുടെ പിങ്കിയുടെ അടുത്തേക്ക് നമ്മുടെ നന്ദ പോകുന്നൊരു രംഗമാട്ടോ. അപ്പോൾ നമ്മുടെ പിങ്കി ആണെങ്കിൽ ഇങ്ങനെ വയറിൽ തടകി തൻ്റെ ഒരു സ്വപ്നം സഫലീകരിച്ചതിന് ഒരു സന്തോഷത്തിൽ, ആ ഒരു സംതൃപ്തിയിൽ ഇങ്ങനെ കിടക്കുക. ഭയങ്കര സന്തോഷത്തിൽ തൻ്റെ ലക്ഷ്യം എന്തായാലും വിജയിച്ചല്ലോ, ഗൗതമിൻ്റെയും നന്ദയുടെയും കുഞ്ഞ് തൻ്റെ വയറ്റിലായല്ലോ എന്നൊരു ആ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ നന്ദ വരുന്നുണ്ട്. പിങ്കി, നിന്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞോ എന്നിങ്ങനെ വന്ന് ചോദിക്കുന്നൊരു രംഗമാട്ടോ നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനി എന്തായിരിക്കും നമ്മുടെ നന്ദ ചെയ്യാൻ പോകുന്നതല്ല. എന്തായാലും നമ്മുടെ നന്ദ ഗൗതമിനോട് ക്ഷമിക്കാൻ സാധ്യതയില്ല കേട്ടോ. കാരണം തന്നോടൊരു വഞ്ചന തന്നെയാണ് നമ്മുടെ ഗൗതം ചെയ്തിരിക്കുന്നത്, അല്ലേ പ്രേക്ഷകർ? ഒരു പെണ്ണും സഹിക്കില്ല. നമ്മുടെ നന്ദ അത്രയ്ക്കും കാലുപിടിച്ച് പറഞ്ഞതാണ് പിങ്കിയുടെ വയറ്റിൽ ഒരിക്കലും തൻ്റെ കുഞ്ഞ് വളരരുത് എന്ന്, അത്രയ്ക്കും കാലുപിടിച്ച് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം പോലും പക്ഷെ പിങ്കിക്ക് അവസാനം കൂട്ടുനിന്ന ഒരു കാര്യം നമ്മുടെ നന്ദ ഒരിക്കലും ക്ഷമിക്കാനോ സഹിക്കാനോ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ എന്തായാലും കണ്ടു തന്നെ അറിയാട്ടോ. മിക്കവാറും നമ്മുടെ നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതത്തിൽ വലിയൊരു വിള്ളൽ ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ ഉണ്ടാകും എന്ന് തന്നെയാട്ടോ പ്രതീക്ഷ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.